മടിക്കൈ ഓർക്കോൽ മീത്തലപ്പുര ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിനു വേണ്ടി നെൽകൃഷി ഇറക്കി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത എരിക്കുളം വയലിലെ നാട്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. നീണ്ട 28 സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മടിക്കൈ ഓർക്കോൽ മീത്തലപ്പുര ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ 2026 വീണ്ടും ഒരു തെയ്യംകെട്ട് മഹോത്സവം വന്നെത്തുന്നത്. ഇതിനെ വരവേൽക്കാനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തറവാട് ഭരണസമിതി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ ഈ വർഷത്തെ മഴപ്പൊലിമയുമായി കൈകോർത്ത് നെൽകൃഷിക്കും തുടക്കം കുറിച്ചത്. തെയ്യംകെട്ടിന്റെ ഭാഗമായുള്ള സുപ്രധാന ചടങ്ങായ കൂവമളക്കലിനും അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങൾക്കും ആവശ്യമായ നെല്ലും അരിയുമെല്ലാം സ്വന്തം നിലയിൽ തന്നെ വിളയിച്ചെടുക്കണമെന്നുള്ള തറവാട്ടുകാരുടെ ആഗ്രഹവും തീരുമാനവും നിറവേറ്റാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ കൃഷി. ഇതിനായി സമീപത്തെ വേട്ടക്കുരുമകൻ ദേവസ്ഥാനത്തിന്റെ വകയായുള്ള എരിക്കുളത്തെ സൗകര്യപ്രദമായ വയൽ പ്രദേശം തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് പാകപ്പെടുത്തിയെടുത്താണ് പ്രാർത്ഥനാപൂർവം കൃഷിക്ക് നാന്ദി കുറിച്ചത്. ആഹ്ലാദവും ആവേശവുമെല്ലാം നിറഞ്ഞ അന്തരീക്ഷത്തെ സാക്ഷിയാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത നാട്യോത്സവം ഉദ്ഘാടനം ചെയ്തു. എരിക്കുളം ദേവാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ എരിക്കുളം വയലിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ പരമ്പരാഗത മേഖലയായ മൺപാത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വയലിനകത്ത് ഒരു കാർഷിക മേഖല, അതോടൊപ്പം തന്നെ മൺപാത്രത്തിന് ആവശ്യമായ കളിമൺ ശേഖരിക്കലൊക്കെ ഈ ഒരു വയലിലാണ് ഒരു ദൈവിക പരിപ്രേക്ഷ്യം എന്ന രീതിയിൽ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിപ്പോകുന്നത്. ഏതായാലും നമുക്ക് ഈ വയൽ മുഴുവൻ, നമുക്ക് ഇനി ഒരുപാട് വയൽ ഒരുക്കാനുണ്ട്, ആവശ്യത്തിന് ഞാറ് കൂടുതലുണ്ട്, നമുക്ക് ഈ വയൽ മുഴുവൻ നട്ടുകൊടുക്കണം. ചടങ്ങിൽ വാർഡ് മെമ്പർ ഒ നിഷ അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ രജിത, എ വേലായുധൻ, പി രതീഷ്, തറവാട് ഭരണസമിതി സെക്രട്ടറി ഗംഗാധരൻ കൊടവലം, തറവാട് നവീകരണ കമ്മിറ്റി കൺവീനർ K മോഹനൻ, വി അരവിന്ദൻ, ബിജു പുളുക്കൂൾ, പി സത്യൻ, രമ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ റീന സ്വാഗതവും തറവാട് നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ MB ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.